അമേരിക്കയും ഇസ്രായേലും ഇറാനുമേൽ തുടങ്ങിവെച്ച യുദ്ധം അമേരിക്ക തന്നെ പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് പോയി ഒരു താൽക്കാലിക കൂൾ ഓഫിലേക്ക് പോയത് എന്തിനായിരുന്നു എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണ്. ഏകദേശം 30-ലധികം ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 7 രാഷ്ട്രങ്ങളിലായി ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകിടം മറിയുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. 7 കൺട്രികളിലായി ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിലും അതുപോലെ ഇസ്രയേലിനകത്തും നടത്തിയ യുദ്ധങ്ങളിൽ അമേരിക്കയുടെ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ഹാങ്കറുകൾ, അതുപോലെ തന്നെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, ഇങ്ങനെ തുടങ്ങി യുദ്ധ വിമാനങ്ങൾ, ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങളാണ് അമേരിക്കക്ക് വരുത്തിവെച്ചത്. എന്നാൽ ഇതോടൊപ്പം അത്ഭുതകരമായ മറ്റൊരു പ്രധാന വാർത്ത, ഈ ആക്രമണങ്ങൾക്കിടയിൽ ഇറാൻ അവരുടെ F-5 എന്നറിയപ്പെടുന്ന പഴയ ഒരു ജെറ്റ് വിമാനവും ഉപയോഗിച്ചു എന്നതാണ്. ഈ വിമാനം തകർക്കപ്പെടുകയാണെങ്കിലും പ്രശ്നമല്ല, ആക്രമിച്ച് തിരിച്ചു പോരുകയാണെങ്കിൽ അതൊരു ലക്കി എന്ന് മാത്രമേ പറയാനുള്ളൂ. എങ്കിലും ഇറാൻ അത്തരമൊരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ എയർബേസിലേക്ക് തുളച്ചു കയറി അവിടെയുള്ള സംവിധാനങ്ങൾക്ക് നേരെ, റൺവേ അടക്കമുള്ള ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണം നടത്താൻ ഇറാന്റെ F-5 എന്നറിയപ്പെടുന്ന യുദ്ധവിമാനത്തിന് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അക്ഷരാർത്ഥത്തിൽ കുവൈത്തിലെ എയർബേസിൽ എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇറാന്റെ യുദ്ധവിമാനം F-5 എന്നറിയപ്പെടുന്ന പഴയ യുദ്ധവിമാനം ആക്രമണം നടത്തി തിരിച്ചു പോരുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ധൈര്യമാണ് ഇറാനെ ഒരു ബേസിൽ പോയി ഇങ്ങനെ ഒരു പഴയ യുദ്ധവിമാനം ഉപയോഗിച്ച് ആക്രമണം നടത്തി തിരിച്ചു പോരാൻ എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അമേരിക്കയുടെ പ്രധാനപ്പെട്ട റഡാറുകളെ തകർത്തു എന്ന ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കണം ഇറാൻ അങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ഇപ്പോൾ വരുന്നത് ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഈ ഇറാന്റെ ആക്രമണങ്ങളിൽ അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ നഷ്ടം പരിഹരിക്കാൻ ഒരുപക്ഷെ വർഷങ്ങൾ എടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് യുദ്ധത്തിന്റെ ട്രാക്ക് മാറ്റാൻ ട്രംപ് തീരുമാനിച്ചത്. അതല്ല എങ്കിൽ ദിവസങ്ങൾക്കകം അമേരിക്ക പരാജയം പ്രഖ്യാപിച്ച് തിരിച്ചു പോരേണ്ട സാഹചര്യം വരും. അതുകൊണ്ടാണ് പാകിസ്ഥാന് മുന്നിൽ കാല് പിടിച്ചുകൊണ്ട് യുദ്ധം നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത്. കാരണം ഇറാൻ ആയിരുന്നില്ല പാകിസ്ഥാനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടത്, അമേരിക്കയായിരുന്നു. കാരണം ഇറാൻ ആയിരുന്നില്ല യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടത്, അമേരിക്കയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് മാത്രമല്ല, യുദ്ധം ആരംഭിച്ചത് അമേരിക്കയും ഇസ്രയേലുമാണ്. എന്നിട്ടും അവർക്ക് യുദ്ധം അവസാനിപ്പിച്ച് താൽക്കാലികമെങ്കിലും വിശ്രമിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളെല്ലാം റീഫ്രഷ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഇറാന്റെ ആക്രമണങ്ങൾ എത്രമാത്രം വലിയ പ്രഹരമാണ് അമേരിക്കയുടെ കോട്ട കൊത്തളങ്ങളിൽ സൃഷ്ടിച്ചത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. എന്തായിരുന്നാലും അമേരിക്ക എത്രയെല്ലാം റീഫ്രഷ് ചെയ്താലും ഇറാന്റെ തിരിച്ചടികൾ ഇനിയും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഇറാന്റെ ആയുധ ശേഖരങ്ങളിൽ വലിയ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര തലങ്ങളിലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും യുദ്ധം ആരംഭിച്ചാൽ സമാനമായ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അമേരിക്കക്കും അമേരിക്കൻ സഖ്യകക്ഷികൾക്കും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല.